ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ തൊഴിലിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ മിഹിനത്ത്, എന്താ മിഹിന, തൊഴിൽ, അദ്ദേഹം ഖയ്യാത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖയ്യാത്ത് എന്താ? തുന്നൽക്കാരൻ. അദ്ദേഹം അതല്ല, നജ്ജാദ്. നജ്ജാദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നജ്ജാർ ആണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. നജ്ജാർ ശരിയാ. അദ്ദേഹം റായി എന്താ? ആട്ടിടയൻ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വേറെയും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തൊഴിലുമായി ഇതൊക്കെ അദ്ദേഹം ഹാത്തിബ് എന്താ? ഹാത്തിബ് വിറക് ശേഖരിച്ച് ആ വിറക് വിറ്റ് ജീവിക്കുന്ന ആളായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. നജ്ജാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖയ്യാത്തും നജ്ജാദും ഏറെക്കുറെ ഒരുപോലെയാണ്. പക്ഷേ നജ്ജാദ് ഈ കാർപ്പറ്റുകൾ, അതേപോലെ തന്നെ കെനബുകൾ എന്നുണ്ട്, ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ അങ്ങനെ പറയാം. ഞാനിത് പറഞ്ഞത് ചരിത്രം ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഈ വിഷയമൊക്കെ പറയണത് ഇങ്ങനെയുള്ള ഒരാളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു ഖയ്യാത്ത്, അല്ലെങ്കിൽ ഒരു നജ്ജാർ, ഒരു ഇടയൻ, ഒരു ഹാത്തിബ്, വിറക് ശേഖരിച്ച് വിറ്റ് ജീവിച്ചിരുന്ന ഒരു വ്യക്തി. ഈ ഒരു വ്യക്തിയെയാണ് വലഖദ് ആതൈനാ ലുഖ്മാന അൽ ഹിക്മത അൻ ഇശ്കുർ ലില്ലാഹ് എന്ന് പറഞ്ഞുള്ള വചനങ്ങൾ അവതീർണമാകുന്നത്. അദ്ദേഹം യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് എന്ന് തുടങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ വസിയ്യത്തുകൾ അല്ലേ, ആ വസിയ്യത്തുകൾ ഓരോന്നും വിലമതിക്കാനാകാത്ത വസിയ്യത്തുകളാണ്. ആ വസിയ്യത്ത് പിൽക്കാലത്തേക്ക് ഖിയാമത്ത് നാൾ വരേക്കും ചരിത്രത്തിൽ ശേഷിക്കുന്നത്. അപ്പം മനുഷ്യന്മാരുടെ ഉപരിപ്ലവമായിട്ടുള്ള ഘടനയോ അവരുടെ തൊഴിലുകളുടെ പരിമിതിയോ ഇതൊന്നല്ല ഒരു മനുഷ്യനെ അള്ളാഹുവിങ്കൽ പരിഗണനീയനാക്കാൻ മാനദണ്ഡം. അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണനീയനാക്കാൻ മാനദണ്ഡം. അതാണ് ഇവിടെ ഇതൊക്കെ നമ്മളിപ്പോൾ ചരിത്രത്തിൽ നിന്ന് ഇതൊക്കെ വായിച്ചുകൊണ്ട് ഇവിടെ ഉദ്ധരിക്കണത് എന്തിനാ? ലുഖ്മാനെ കുറിച്ച് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഇതൊക്കെ പ്രത്യേകിച്ച് ഈ ശാരീരികമായിട്ടുള്ളതായ ചില പരിമിതികൾ പറയുക എന്നുള്ളതൊരു പ്രയാസമാണ്. പക്ഷെ ചരിത്രം അത് ഉദ്ധരിച്ചു. അതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? ചരിത്രത്തിൽ നിന്ന് ഇട്ടിട്ട് ഇവിടെ ഉദ്ധരിക്കണം. അതെന്തിനാണ്? അത് ഈ ഒരു ആശയത്തെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. റബ്ബിൻ്റെ പരിഗണന അത് കടന്നു വരൽ, ആ ഒരു വിഷയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ലുഖ്മാൻ എന്ന പേര് നമ്മൾ കേൾക്കേണ്ട സഹാബികൾക്ക് പരക്കെ. സഹാബികളിൽ എത്ര ലുഖ്മാന്മാരുണ്ട്? താബിഈങ്ങളിൽ എത്ര ലുഖ്മാനുണ്ട്? ലുഖ്മാൻ ചിലർ പ്രസിദ്ധമാണ് കേട്ടോ. ലുഖ്മാൻ എന്നുള്ളതിൽ നിങ്ങൾക്ക് ആരെങ്കിലും ലുഖ്മാൻ അറിയോ? സഹാബികൾ. ഒരു ലുഖ്മാൻ ഇബ്നു ആദ് ഉണ്ട്. വലിയ ചരിത്രമുള്ള മനുഷ്യനാണ് ലുഖ്മാൻ ഇബ്നു ആദ്. 100 ആളുകളുടെ ശക്തിയും 100 ആളുകളുടെ ഹിക്മത്തും പറയപ്പെട്ട ഒരു മനുഷ്യനാണ് ലുഖ്മാൻ ഇബ്നു ആദ്. പൂർവ്വകാലത്ത് ഈ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഒക്കെ മുമ്പുള്ള ചരിത്രം. ലുഖ്മാൻ ഇബ്നു ആദ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അഹ്കാഫുകാരനായിരുന്നു. ഷദ്ദാദ് ബിൻ ആദ് എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. വലിയ ചരിത്രമുള്ള ഭരണാധികാരി. ഈ ലുഖ്മാൻ ഇബ്നു ആദിനും അങ്ങനെ ചരിത്രമുണ്ട്. ഒരു സബ്അത്തു നുസൂർ, 7 പാപ്പിടിയന്മാർ, പരുന്തുകൾ, 7 പരുന്തുകളും ലുഖ്മാൻ ഇബ്നു ആദും എന്ന് പറഞ്ഞിട്ട് ചില ചരിത്രങ്ങളുണ്ട്. ഭയങ്കര വലിയ ചരിത്രം. ഏതായാലും അങ്ങനെ ഒരു ചരിത്ര പുരുഷൻ കഴിഞ്ഞു പോയിട്ടുണ്ട്. വിസ്തൃതമായ ചരിത്രമാണ് അയാളുടേത്. അയാൾക്ക് 100 മനുഷ്യരുടെ ഹിക്മത്തും ഉണ്ടായിരുന്നു, 100 മനുഷ്യരുടെ കരുത്തും ഉണ്ടായിരുന്നു എന്നാണ് ഈ ലുഖ്മാൻ ഇബ്നു ആദിൻ. അത് വളരെ ചരിത്രങ്ങൾക്ക് മുമ്പ് മക്കയുടെ ചരിത്രത്തിലൊക്കെ നമ്മൾ വായിക്കും. കഅബയുടെ ചരിത്രത്തിൽ, ജബൽ അബി ഖുബൈസിൻ്റെ ചരിത്രത്തിൽ, സബീർ മലയുടെ ചരിത്രത്തിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കുറേ കിസ്സകൾ വായിക്കും. ലുഖ്മാൻ ഇബ്നു ആദ് എന്ന പോലെ തന്നെ ലുഖ്മാൻ ഇബ്നു ഷബ്ബ ഉണ്ട്. ഈ ലുഖ്മാൻ ഇബ്നു ഷബ്ബ സഹാബിയാണ്. സഹാബികൾ നമ്മൾ വായിക്കുന്ന ഏക സഹാബി ഈ ലുഖ്മാൻ എന്ന പേരിൽ ഈ വ്യക്തിയാണ്. ലുഖ്മാൻ ഇബ്നു ഷബ്ബ ഇബ്നു മുഅയ്ത് അൽ അബസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ബനു അബസ് ഗോത്രത്തിൽ നിന്ന് 9 പേർ വന്നു. 9 പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബയ്യത്ത് ചെയ്തിട്ട് സ്വീകരിക്കാൻ. അതിലൊരാളായിരുന്നു ലുഖ്മാൻ ഇബ്നു ഷബ്ബ ഇബ്നു മുഅയ്ത് അൽ അബസി. ആകെ ഒരു സഹാബിയാണ് ഈ പേര്. താബിഈങ്ങളിൽ അതേപോലെ ഒരാളുണ്ട്. അതാണ് ലുഖ്മാൻ ഇബ്നു ആമിർ അൽ ഉസാബി, അബു ആമിർ അൽ ഹിൻമസി. ലുഖ്മാൻ ഇബ്നു ആമിർ താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. അബു ദർദ, അബു മൂസ എന്നിവരെന്നൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ലുഖ്മാൻ ഇബ്നു ആമിർ എന്ന താബിഈ. അബു ദർദ റളിയല്ലാഹു തആല എന്ന് പറയാറുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു വിഷയം അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ചോദ്യമാണ്.
ആ ചോദ്യം മാതാ അമിൽത ഫീമ അലിംത്, മാതാ അമിൽത ഫീമ അലിംത്. എങ്ങനെ എഴുതുക? മാതാ അമിൽത അല്ലേ? ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. അമിൽത, നീ എന്ത് ചെയ്തു? ഫീമ ഫീമ അലിംത, അലിംത നീ അറിഞ്ഞതിൽ, പഠിച്ചതിൽ നീ എന്ത് ചെയ്തു എന്ന ചോദ്യം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. അതും അലാ റുഊസിൽ ഖലായിഖ്, മുഴുവൻ പടപ്പുകളുടെയും സാന്നിധ്യത്തിൽ, സമക്ഷത്തിൽ. അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് മാദാ അമിൽത ഫീമ അലിംത് എന്ന് എന്നോട് ചോദിക്കുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന് അബൂദർദ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്. അത് ഉദ്ധരിക്കണ ആരാണ്? ലുഖ്മാൻ ഇബ്നു ആമിർ എന്ന താബിയാണ്. എന്നാൽ അബൂ മൂസ അൽ അശ്അരി, അബൂദർദ ഇവരോടൊക്കെ സമകാലീനാണ് ലുഖ്മാൻ. ലുഖ്മാൻ എന്ന പേര് പലപ്പോഴും ചരിത്രത്തിൽ വളരെ വിരളം ആളുകൾക്കാണ്. അപ്പോൾ സഹാബികൾ അതേപോലെ തന്നെ താബികളിലൊക്കെ ഇങ്ങനെ പരിമിതം ആളുകൾക്ക് മാത്രമേ ഈ പേരുള്ളൂ. ഏതായാലും ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടുള്ള ചില ഒരു വിഷയങ്ങളാണ് ഇവിടെ നമ്മൾ ആ ചരിത്രം ആ സൂറ തുടങ്ങുമ്പോൾ അള്ളാഹു പേരിട്ടത് കാരണത്താൽ ആരാണ് ആ മഹാൻ എന്ന് മനസ്സിലാക്കാൻ ഇവിടെ നമ്മൾ കേൾക്കേണ്ടത്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ പറഞ്ഞില്ലേ, നബിയാണോ വലിയാണോ എന്ന വിഷയത്തിലുള്ള ചർച്ച. അദ്ദേഹം ഖാദിയായിട്ടുണ്ട്, അത് പ്രസിദ്ധമാണ്. അദ്ദേഹം മുഅല്ലിമാണ്, അത് പ്രസിദ്ധമാണ്. ആരുടെ മുഅല്ലിമാണ്? സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വരെ മുഅല്ലിം എന്നല്ല. പിന്നെ അദ്ദേഹം ഹക്കീമാണ്, അതല്ല ഒരു തർക്കമല്ല. ലുഖ്മാനുൽ ഹക്കീം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്ത് നൽകിയത് കാരണത്താൽ. ഏതായാലും നമ്മളൊരു സൂറത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്തിന് സൂറത്തുൽ ലുഖ്മാൻ എന്ന് പേരിട്ടു. സൂറത്തുൽ ലുഖ്മാൻ്റെ വിഷയത്തിൽ, ആ സൂറത്തിൻ്റെ പേരിൻ്റെ വിഷയത്തിൽ എന്തില്ല, മറ്റൊരു പേര് പറയപ്പെട്ടിട്ടില്ല. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് എത്ര പേരുകളുണ്ട്? സൂറത്തുൽ ബഖറയ്ക്ക് എത്ര പേരുകളുണ്ട്? ഓരോ സൂറത്തിനും പല പേരുകളുണ്ട്. സൂറത്തുൽ ഇഖ്ലാസിനൊക്കെ എത്ര പേരുകളാണ്. പക്ഷേ മറ്റൊരു പേരില്ലാത്ത സൂറത്ത് അതാരാണ്? അത് സൂറത്തുൽ ലുഖ്മാനാണ്. അപ്പോൾ ഈ പേരിന് അടിസ്ഥാനമായ ആ വ്യക്തിത്വം ആര്? അത് ചരിത്രം അന്വേഷിച്ചത് അല്ലെങ്കിൽ ചരിത്രം കോറിയത്. അതാണ് ഞാനിവിടെ അതിൻ്റെ ഒരു വിഷയം ചിലതിവിടെ ഉണർത്തിയത്, ഓർമ്മയിലുള്ളത് ഞാനിവിടെ കേൾപ്പിച്ചത്. അല്ലാഹു അലം. ഇൻഷാ അല്ലാഹ് സൂറത്തുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ഈ സൂറത്തിൻ്റെ തുടക്ക ഭാഗവും അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും.